നമുക്കിപ്പം ഗോപാൽ ശില സനൽ കൂടിയുണ്ട്. ഗോപാൽ ശില സനൽ, എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ? ഇപ്പോൾ എറണാകുളത്ത് ഓറഞ്ച് അലർട്ടാണ്, കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണോ? ചെറിയ കെടുതികളൊക്കെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഗോപാൽ. അതെ ഡോക്ടർ അരുൺ, വരുന്ന വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പുറത്തിറക്കിയ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ഇന്ന് 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയ്ക്കാണ് ഇന്നത്തെ ദിവസം ജില്ലയിൽ സാധ്യത കൽപ്പിക്കുന്നത്. മറ്റ് 11 ജില്ലകളിൽ, അതായത് പാലക്കാടും വയനാടും ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ, അതായത് എന്തെങ്കിലും തരത്തിലേക്കുള്ള അപകട സാധ്യതകളുള്ള മേഖലകളിൽ താമസിക്കുന്നവർ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന അറിയിപ്പ് ഇതിനോടകം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം മഴ മാത്രമല്ല, ശക്തമായ കാറ്റ്, അതായത് 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റും അതിനോടൊപ്പം തന്നെ ഇടിമിന്നലിനുമുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുള്ള തുറസായ സ്ഥലങ്ങളിൽ പോകുന്നത് പരമാവധി ഒഴിവാക്കണം. അതിനോടൊപ്പം തന്നെ തീരമേഖലകളിൽ താമസിക്കുന്നവർ കൃത്യമായി തന്നെ ഈ കാറ്റും ഉയർന്ന തിരമാലകളും ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കേരള, കർണാടക, തമിഴ്നാട്, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്കും ഔദ്യോഗികമായി തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും കൂടാതെ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. വിവിധ ഇടങ്ങളിലായി, അതായത് നേരത്തെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലത്ത് മാത്രമല്ല ആലപ്പുഴയിലും പത്തനംതിട്ടയിലും അടക്കം വിവിധ ജില്ലകളിൽ നിന്ന് മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ആർക്കും ജീവഹാനിയോ എന്തെങ്കിലും തരത്തിലേക്ക് കരുതിയിരിക്കുക. താങ്ക് യു ഗോപാൽ. വരും ദിവസങ്ങളിലും മഴ കനക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.